ഇൻസ്റ്റാഗ്രാമിലും FB-യിലൊക്കെ ചിന്നു തടി വെച്ചു ഡയറ്റ് നോക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരു പരസ്യമായ അല്ലെങ്കിൽ രഹസ്യമായ ഒരു പരസ്യം ഞാൻ പറയട്ടെ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഏത് ഓർഡർ ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുക. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ എനിക്ക് തന്നെ കിട്ടില്ല. അതിന്റെ ഇടയിൽ ഇതേ പ്രോഗ്രാം കാണുന്ന കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, അവരെ കണ്ടു. അപ്പോ ഫാൻസ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. സ്റ്റിൽ എക്സിസ്റ്റിംഗ് എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് കിച്ചു, എന്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു ആഡ് ഷൂട്ട് കഴിഞ്ഞ റെസ്റ്റോറന്റിൽ വെജ് ഹോട്ടലിൽ കയറിയതാ. അപ്പോഴാണ് നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. മഞ്ഞപ്പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആഡ് ഷൂട്ട് ഉണ്ടെങ്കിൽ നല്ല പണിയാണ്. അപ്പൊ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാ കഴിക്കണേ. ഗീ പൊടി ഇഡലി വന്നു. വേറെ ആരുടെയും ഫുഡ് വന്നിട്ടില്ല. ആരെയും ഞാൻ മൈൻഡ് ചെയ്യണില്ല. ഇക്കാര്യത്തിൽ ഞാൻ മഹാലംബ. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്തൊരലമ്പാണല്ലേ ഞാൻ. ഭയങ്കര സെൽഫിഷ്. കൊതി ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. കിച്ചു ഓർഡർ ചെയ്തത് ഗോപി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഗോപി ഫ്രൈ വന്നിട്ടുണ്ട്. അയ്യോ, വായ പൊള്ളിപ്പോയി. ഭയങ്കര ടേസ്റ്റ് ആണെങ്കിൽ പോലും എൻ്റെ വായ പൊള്ളിപ്പോയി കേട്ടോ. കുഴപ്പമില്ല, എന്നാലും എക്സ്പ്രഷനൊക്കെ ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും എല്ലാവർക്കും എല്ലാം മനസ്സിലായി. അമ്മ ഒരു വെറൈറ്റി പിടിക്കാന്ന് പറഞ്ഞിട്ട് എന്താ ഓപ്പൺ ബട്ടർ മസാല ദോശയോ അങ്ങനെ എന്തോ. അപ്പൊ ഈ യെല്ലോ സ്റ്റെയിൻ ആവാതിരിക്കാനാ ഗ്ലൗസ് ഇടണേ. എന്നെ പൊങ്കാല ഇടരുത്. നാളെ വെളുപ്പിന് 3 മണിക്ക് ഒരു ആഡ് ഷൂട്ടും കൂടി ഉണ്ട്. ഏകദേശം സമാധാനമായി. കണ്ണില് വെളിച്ചം വന്നു. നല്ല അടിച്ചു പതപ്പിച്ച ഒരു സ്ട്രോങ് കോഫി. ഞാൻ സ്ട്രോങ് പേഴ്സണാ, ടീ ആണെങ്കിലും കോഫി ആണെങ്കിലും. അപ്പൊ അങ്ങനെ സെറ്റ്. അപ്പൊ ഇന്ന് വെജ് ആയിരുന്നേ. ഡൺ.